ഇങ്ങനെ കൂവി അവിടെ നിന്ന് ചാവുതി ഈ ശശിമോള ഊരെടുക്കാൻ പറ്റണ്ടേ? നീ എന്തിനാണ് ഈ നട്ടപ്പാതിക്ക് എന്നിട്ട് കാലക്കോഴി കൂണമാതിരി പോവാൻ നിൽക്കണത്? അത് ശരി. അപ്പൊ എനിക്കായ കുറ്റം. ഞാനൊരു ഉപകാരം ചെയ്ത് 3-4 മണിക്കൂറായി ഞാൻ മഞ്ഞത്ത് നിൽക്കണം. എടാ അവളൊന്നും ഉറങ്ങണ്ടേ? എന്തെടുത്തിരിക്കണെന്ന് മണി 1-1.5 ആയില്ല. കൊണ്ടുപോ. ഇത് തന്നെയല്ലേ? അതന്നെ. ഇത് ഞാൻ ചോദിക്കാതെ എടുത്തോണ്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കായിരുന്നു. എടാ ഇനി നാളെ അവള് ഉണരുമ്പോ ഞാൻ എന്ത് പറയും? നീ ഉണരുമ്പോ എന്തെങ്കിലും അവളോട് പറ. ഞാനിത് അവള് കിടക്കണതിന് മുമ്പ് കൊണ്ടുപോയി വെക്കട്ടെ. അത് നാളെ കാണാം. ശരിയേട്ടാ? എന്താണ് എന്താ മാല കാണാനില്ലേ? അങ്ങനെയാണ് ഇവിടെ നീ നോക്കുന്നത്. ഞാൻ എന്താണ് ഈ പറയുന്നത് അമ്മാവ? ആവശ്യപ്പെട്ട സാധനം കൊടുത്തോണ്ട് സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നീ മാലട്ടോണ്ടല്ലേ ഇവിടെ വന്ന് കിടന്നത്? പിന്നെ കാര്യം നീ കുളിക്കാനും ബാത്റൂമിൽ പോകുമ്പോ ഞാൻ ഊരിച്ചാ? അതെ 1-2 ഉറുപ്പിയുടെ മുതലല്ലട്ടാ, 19,000 രൂപയുടെ സാധനമാണ്. എവിടെ വെച്ചാ കണ്ടുപിടിച്ചോ? ബാത്റൂമിലെങ്ങാനും ഉണ്ടോ നോക്കാൻ? അതെ നീ മറ്റേ കുളിക്കാനോ അല്ലെങ്കിൽ കുളിക്കാൻ പോയിട്ടപ്പോ ഇല്ല, പക്ഷെ രാത്രി എഴുന്നേറ്റ് ബാത്റൂമിലെങ്ങാനും പോയാ? ഇല്ലാന്ന് പറഞ്ഞ കാര്യം പോയി നോക്ക്. ചിലപ്പോ അവിടെ പോയി വന്നിട്ട് പിന്നെ ഇതിട്ടോണ്ട് ഉറങ്ങിയിട്ട് പിന്നെ ഇപ്പോഴല്ലേ എണീറ്റത്. പോയി നോക്കണേ, അവിടെ നോക്ക്. ചേച്ചി അടുക്കള കണ്ടോ നോക്ക്. എന്നാലും ഓടും പൊളിച്ചിട്ടില്ല, ജനലും കുത്തി തുറന്നിട്ടില്ല, വാതിലും പൊളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ കള്ളനകത്ത് കിടന്നു? എന്റെ പൊന്നമ്മാവ പണ്ടത്തെ പോലെയൊന്നല്ല, എല്ലാവരും പഠിച്ച കള്ളന്മാരാ. എന്നാലും ഇതിപ്പോ എവിടെ പോയത്? നോക്കാം, നമുക്ക് തെരഞ്ഞോക്ക്. ഇവിടെ സാധനം എവിടെന്നാ കണ്ടുപിടിച്ചില്ലെങ്കിൽ സ്വഭാവം നീ മനസ്സിലാക്കും കേട്ടാ. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സാധനം സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ?